എല്ലാവർക്കും ലേൺ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. കാറ്റാടി തണലും എന്ന ക്ലാസ്മേറ്റ് എന്ന മലയാളം ഫിലിമിലെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ അനുപല്ലവി പാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. പല്ലവി ആൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ലേൺ ചെയ്യാൻ കഴിയട്ടെ. ഹാപ്പി ലേണിംഗ്. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിൽ നിന്നാണ്. മണ്ണിൻ കവിൾ ചേലുള്ളൊരു, അങ്ങനെയാണ് ആ ലിറിക്സ് വരുന്നത്. സോ സെക്കൻഡ് സ്ട്രിങ്ങിലെ ബി എന്ന് പറയുന്ന നോട്ട്, അതായത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ്, കണ്ടില്ലേ? അത്രയും തവണ നമ്മൾ ആ സെക്കൻഡ് സ്ട്രിങ്ങിൽ ബി എന്ന് പറയുന്ന നോട്ടിൽ സ്ട്രൈക്ക് ചെയ്യും. സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ് എന്ന് പറയുന്നത് ബി ആണ്. സോ മണ്ണിൻ കവിൾ ചേലുള്ളൊരു, കണ്ടില്ലേ? 3 നോട്ടാണ് വരുന്നത്. അതിലെ ഡി ഷാർപ്പ് റെയറായിട്ട് ഒരു സ്ട്രൈക്ക് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. സോ ബി ഇ ആണ് വന്നേക്കുന്നത്. താഴെ രണ്ടും 12th സ്ട്രിങ് ഫ്രെറ്റാണ്. സെക്കൻഡിൻ്റെയും ഫസ്റ്റിൻ്റെയും ആയിട്ട് വരും. മണ്ണിൻ കവിൾ ചേലുള്ളൊരു, ഒരു എന്നുള്ളതിൽ മാത്രമാണ് ഈ വ്യത്യാസം വരുന്നത്. സോ അതുവരെയുള്ള എല്ലാ നോട്ടുകളും ഈ ബിയും ഇയും ആയിട്ട് വരും. അപ്പം മണ്ണിൻ കവിൾ എന്നുള്ളത് മണ്ണിൻ കവിൾ അത്രയും ബിയിലാണ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ്. മണ്ണിൻ കവിൾ ചേലുള്ളൊരു, ചേലുള്ള അത്രയും ടൈംസ് ഇയിൽ വരും. ചേലുള്ളൊരു, ആ ഒരു എന്നുള്ളതിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. ഡി ഷാർപ്പിലേക്ക് പോകും. സോ ഒരുമിച്ച് വായിക്കുമ്പം കണ്ടില്ലേ? പൊൻവെയിലായി മാറാമെന്നുള്ളതാണ്. 3 നോട്ടാണ് പൊൻവെയിലായി മാറാമെന്നുള്ളത്. ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്. സോ ഈ 3 നോട്ടേ വരുന്നുള്ളൂ. അത് അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പൊൻവെയിലായി മാറാം, കണ്ടില്ലേ? പൊൻവെയിൽ എന്നുള്ളത് 2 ഇതായിട്ടാണ് വരുന്നത്. പൊൻ എന്നുള്ളതിനകത്ത് 2 നോട്ട് വരുന്നുണ്ട്. അതായത് ഡി ഷാർപ്പും ഇയും വരുന്നുണ്ട്. കണ്ടില്ലേ? ആ നോട്ട് ഞാൻ പറയാം. ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ് വരും. പൊൻവെയിലായി മാറാം. ഇനി ആ മാറാം എന്നുള്ളതിൽ എന്ന് പറയുന്ന നോട്ട് എന്ന് പറയുന്നത് മാറാം എന്ന് പറയുന്ന 2 നോട്ടാണ്. ഇ എന്ന് പറയുന്ന നോട്ട് വരും. സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റായ ഇ മാത്രമാണ് വരുന്നത്. മാറാം. സോ ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ മണ്ണിൻ കവിൾ, അത്രയും ബിയിലാണ് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ്. മണ്ണിൻ കവിൾ ചേലുള്ളൊരു, ചേലുള്ളൊരു എന്നുള്ളത് ഇയിലാണ്, സെക്കൻഡ് സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ്. പിന്നെ പൊൻവെയിലായി മാറാം. പൊൻവെയിലായി മാറാം. പൊൻവെയിലായി എന്നുള്ളതിന് 6 നോട്ടാണ് വരുന്നത്. ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ് വരും. പൊൻവെയിലായി മാറാം. ഒരുമിച്ച് വായിക്കുമ്പോൾ നെഞ്ചം അതിൽ, നെഞ്ചം അതിൽ. ആ നെഞ്ചം അതിൽ എന്നുള്ളത് ലിറിക്സ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എന്തായാലും സ്ക്രീനിൽ തന്നെ ലിറിക്സും നോട്ടുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ നോട്ടുകൾ ഫോളോ ചെയ്താൽ മതി. ആ ലിറിക്സിനനുസരിച്ച് തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെഞ്ചം അതിൽ എന്നുള്ളത് ഈ സി ഷാർപ്പാണ് വരുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 9th ഫ്രെറ്റായ സി ഷാർപ്പ്. നെഞ്ചം അതിൽ 4 സ്ട്രൈക്കോളം വരുന്നുണ്ട്. നെഞ്ചം അതിൽ 5 സ്ട്രൈക്ക് വരുന്നുണ്ട്. നെഞ്ചം അതിൽ. അത് കഴിഞ്ഞ് വരുന്നതാണ് ആ നോട്ട് എന്ന് പറയുന്നത് ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ബി എന്ന് പറഞ്ഞു വരും. നെഞ്ചം അതിലില്ലേ സഖിയേ. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം അത് കഴിഞ്ഞ് വരുന്ന നോട്ടാണ് കാണുന്നത് എല്ലാം. കണ്ടില്ലേ, ഇങ്ങനെ വരും.
കാണുന്നത് എല്ലാം. ആ നോട്ട് സെക്കൻഡ് സ്ട്രിങ്ങിലാണ് നമ്മൾ വായിച്ചേക്കുന്നത്. നോട്ട് ഞാൻ പറയാം. സി വരും, കാണുന്നത് എന്നുള്ളത് സിയും ഡിയും ആണ് വരുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th 13th ഫ്രെറ്റാണ്. ആദ്യമേ 13th വരും, അതായത് സി ആണ് വായിക്കുന്നത്. കാണുന്നത് എല്ലാം, കാണുന്നത് എല്ലാം മഴവിൽ. കണ്ടില്ലേ? കാണുന്നത് എല്ലാം. ആ കാണുന്നത് എല്ലാം എന്നുള്ളത് സി സി സി, ദെൻ ബി സി വരും. കാണുന്നത് എല്ലാം മഴവില്ലുള്ളതുപോലെ. മഴവില്ലുള്ളതുപോലെ എന്ന് പറയുന്നതാണ് ഈ എയും ബിയുടെ വരും. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം അത്രയും സ്ട്രൈക്കും ബിയിലാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റാൻഡ് അതേ പാറ്റേൺ രണ്ടാമതൊന്നുകൂടെ വായിച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് പാട്ട് എന്ന് പറയുന്നത്. പുലരൊളി വെയിൽ, ആ ഒരു ലിറിക്സ് ആണ് വരുന്നത്. പുലരൊളി വെയിൽ. കണ്ടില്ലേ? ആ നോട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ് എ ബി വരും. ഒരു സിക്സ് മാനറിലാണ് പോയേക്കുന്നത്. അതായത് ജി ഷാർപ്പ് എ, ജി ഷാർപ്പ് ബി വന്നു. ഇതെല്ലാം സെക്കൻഡ് സ്ട്രിങ്ങിലാണ് ഞാൻ വായിച്ചേക്കുന്നത്. സോ ജി ഷാർപ്പ് എ, ജി ഷാർപ്പ് ബി വരും. പുലരൊളി വെയിൽ, പുലർ എന്നുള്ളതാണ് ജി ഷാർപ്പ് എ. പുലരൊളി, ആ ഒളി എന്നുള്ളതാണ് ജി ഷാർപ്പ് ബി വന്നത്. ദെൻ പുലരൊളി വെയിൽ, ആ വെയിൽ എന്നുള്ളതാണ് എയും ജി ഷാർപ്പും വരുന്നത്. സോ 3 നോട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ 6 മാനറിലാണ് വന്നേക്കുന്നത്. ജി ഷാർപ്പ് എ, ജി ഷാർപ്പ് ബി, ദെൻ എ, ജി ഷാർപ്പ്, ഇങ്ങനെ വരും. അത് ആ 6 മാനറിൽ 3 തവണ വായിച്ചേക്കാണ്. പുലരൊളി, പുലരൊളി വെയിൽ. എന്നിട്ട് അവസാനം നിർത്തുന്നത് ഈ 2 നോട്ടുകളായിട്ടാണ്, എഫ് ഷാർപ്പും ഇയുമാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പല്ലവി വായിക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പോൾ ഏകദേശം ഇതുപോലെ വരും. അത് കഴിഞ്ഞിട്ടാണ് അത് 2 തവണ വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെല്ലാം സെയിം ആണ്. പല്ലവി ആൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. സോ ഹാപ്പി ലേണിംഗ്.